ഹലോ എടോ, നീ ഒരു കോണ്ടന്റ് മേക്കർ അല്ലേ? ഇതൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചൊരു വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവരുതെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടേക്കായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ? ഞായറാഴ്ച നീയൊന്നും ഇങ്ങോട്ട് വായോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ചെറുതായി ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് മാമന്റെ ഒരു ഫോൺ കോൾ. പല കാരണങ്ങളാലും പോവാൻ കുറച്ച് മടി പിടിച്ചെങ്കിലും മാമന്റെ സ്നേഹത്തോടുള്ള വിളി കേട്ടപ്പോൾ പോവാതിരിക്കാനും തോന്നിയില്ല. അങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി കൂടാൻ വേണ്ടിയിട്ട് പോയി. ഒരു കുഞ്ഞു പരിപാടി, കുറച്ച് ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു സന്തോഷം. അപ്പൊ ആദ്യം നമ്മൾക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാല്ലേ. ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദമ്പതികൾ. മാമന്റെ ഇടതുഭാഗത്തിരിക്കുന്നത് അമ്മമ്മ, തൊട്ടടുത്തിരിക്കുന്നത് മാമന്റെ അമ്മായി, പിന്നുള്ളത് മാമന്റെ 2 പെങ്ങന്മാര്, അതായത് ഒന്നെന്റെ അമ്മ ഒന്നെന്റെ വല്യമ്മ. ഈ സെന്ററിൽ നിൽക്കുന്ന റെഡ് ചുരിദാറാണ് ഞാൻ. എന്റെ വലതു ഭാഗത്ത് അമ്മ, ഇടതു ഭാഗത്ത് വല്യമ്മ. അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് എന്റെ വല്യമ്മയുടെ മകളാണ്, എന്റെ ചേച്ചി ജിഷ. പിന്നെ വല്യമ്മയുടെ അടുത്ത് നിൽക്കുന്നത് മാമന്റെ മകളാണ് അഞ്ജു. അഞ്ജുവിന്റെ അടുത്ത് നിൽക്കുന്നത് ചേച്ചിയുടെ മോൻ അപ്പു. മാമനൊരു മോനും കൂടി ഉണ്ട്, അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. പിന്നെ വരുന്നത് എന്റെ പുത്രനും പുത്രിയും. കൺഫ്യൂഷൻ ആയില്ലല്ലോ? അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് കിടക്കാം. ആദ്യം കേക്ക് കട്ടിങ്, പിന്നെ സമ്മാന വിതരണം. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളെ ദമ്പതികൾക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ. ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 2-3 ദിവസമായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഒഴിപോലെ നോക്കിയിട്ട് ഒരു സൺഡേ അതൊന്ന് ആഘോഷിച്ചു എന്ന് മാത്രം. ബിരിയാണി ഇളക്കണ സമയത്താണ് ചേച്ചി അഞ്ചും കൂടിയിട്ട് എന്നോട് പറഞ്ഞത്, നീ എന്താ വ്ളോഗ് ഷൂട്ട് ചെയ്യാത്തതെന്ന്. പിന്നെ ഞാൻ ഓണായി. അതുകൊണ്ടാണ് അതിന്റെ മുന്നുള്ള കേക്ക് കിട്ടിയതിന് വീഡിയോ ഒന്നും കിട്ടാഞ്ഞത്. കേക്ക് മുറിച്ചുപാട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും ഇരുന്നിട്ടില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയെന്ന് മാത്രം. മാമനെ അമ്മായിനെ നിർബന്ധിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫോട്ടോഗ്രാഫറാണ് നമ്മളെ മാമന്റെ പൊന്നോമന പുത്രൻ കണ്ണൻ. 25 വർഷം മുന്നത്തെ ഓർമ്മകളായി ഓർക്കുന്ന മാമനും അമ്മായും അവരെ ട്രോളിങ് കൊണ്ട് ലൊക്കേഷനും ബോസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ബാക്കിയുള്ളവര്. വീടിന്റെ നേരെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെ നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളമൊക്കെ പോകും. പണ്ടൊക്കെ അതിലൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ തന്നെ മടിയാ. ഇപ്പൊ വീടുകളൊക്കെ ഒരുപാട് കൂടി, അപ്പോൾ കുറച്ചൊക്കെ വേസ്റ്റ് ഒക്കെ ഇടാൻ തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ ആ വെള്ളത്തിൽ നമുക്ക് വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റാതെയായി. ഇവിടെ അടുത്തായിട്ട് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള സെറ്റപ്പ് ഒക്കെ ആയി തുടങ്ങി. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കായിരുന്നപ്പോഴേക്കും ഒരു നേരമായിട്ടോ. ഫോട്ടോസൊക്കെ നമ്മൾ മുന്നേ കണ്ടത് തന്നെ. മെയിൻ കുക്ക് നമ്മൾ അഞ്ജു ആയിരുന്നു. അവള് നന്നായിട്ട് കുക്ക് ചെയ്യും. ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും. അപ്പോൾ അഞ്ജു നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ കുറച്ച് വർത്താനൊക്കെ പറയണ്ടല്ലേ. കുടുംബവിശേഷം, നാട്ടുവിശേഷം, വീട്ടുവിശേഷം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലവ് മാരേജ് വേഴ്സസ് അറേഞ്ച്ഡ് മാരേജ്. കാലത്തിന്റെ ഒരു മാറ്റത്തെ കുറിച്ച് പറയായിരുന്നു ചേച്ചി. ഞങ്ങളെ കാലത്തൊക്കെ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ലവ് മാരേജിന് സപ്പോർട്ടാണ്. എന്നാൽ മാമനും അമ്മായിയും 50-50 നിന്നിരുന്നത് കേട്ടോ. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഫുൾ സപ്പോർട്ടാണ് മക്കളെ, നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയുമ്പോൾ അമ്മായി പറയായിരുന്നു, എന്തൊക്കെയാ ഈ പെണ്ണ് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. സംഗതി തമാശയ്ക്ക് ഓരോന്ന് പറഞ്ഞെങ്കിലും സ്വന്തമായ ഒരു വരുമാനം ഇല്ലെങ്കിൽ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. അഞ്ജുവിനെയും അമ്മമ്മേനെയും കൂട്ടിയിട്ട് വല്യമ്മ കോട്ടയിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾ അങ്ങോട്ടിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.